ഇത് നമുക്കൊരു അടിപൊളി കായ്പോള ചെയ്ത് നോക്കാം. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അന്വേഷൺ ഡെസി കൗഗിയാണ്. പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അന്വേഷൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ബദാം ഒന്ന് കളർ ചേഞ്ച് ആയി വന്നു. കറുത്ത മുന്തിരി കൂടി ഇട്ട് കൊടുത്തു. കിസ്മിസ് കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ ഇപ്പൊ തന്നെ ബൗളിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഏത്തപ്പഴം നമ്മൾ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉള്ള പഞ്ചസാര കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിന്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് വന്നു. നമ്മൾ ഓപ്ഷണൽ ആയിട്ട് കുറച്ച് ചൗവരി വേവിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. അല്പം പശുവും പാല്. പഞ്ചസാര മെൽറ്റ് ആവുന്നതിന് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. പഴയ ഏതെങ്കിലും ഫ്രൈ പാനിൽ അല്പം പൊടിയുപ്പ് ഇട്ട് നേരത്തെ തയ്യാറാക്കിയ പാനിൽ അല്പം നെയ്യുമായി ഉണ്ട്. ഇങ്ങനത്തെ ചേഞ്ച് ആയിട്ടുള്ള മലബാർ ഡിഷിലൊക്കെ നെയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അന്വേഷൺ ഗീക്ക് നല്ല ഡാനിഡ ടെക്സ്ചർ ആണ്. ഇത് ശരിക്കും ക്രീമിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്, തൈരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. കായ്പോളയുടെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുത്തു. ഇത് അടച്ചു വെച്ച് വളരെ സ്ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ജാർ ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്യൂ, എന്നിട്ട് കമന്റ് ചെയ്യൂ.